2023 ഡിസംബർ 19 കൊച്ചിയിൽ IPL-നായുള്ള മിനി ലേലം അരങ്ങേറുകയായിരുന്നു. സ്ക്രീനിൽ ശശാങ്ക് സിംഗ് എന്ന പേര് തെളിഞ്ഞു. ഉടൻ പ്രീതി സിൻഡ ബിഡ് ബോർഡ് ഉയർത്തി. മറ്റാരും ശശാങ്കിനായി രംഗത്ത് വരാതിരുന്നതോടെ അടിസ്ഥാന വിലയായ 20 ലക്ഷത്തിന് പഞ്ചാബ് ശശാങ്കിനെ കൂടാരത്തിലെത്തിച്ചു. എന്നാൽ നിമിഷങ്ങൾക്കകം സിൻഡക്ക് തനിക്ക് പറ്റിയ അമളി ബോധ്യമായി. താൻ ഉദ്ദേശിച്ച ശശാങ്ക് ഇതല്ലല്ലോ. ഇതുവരെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിച്ചിട്ടില്ലാത്ത 19-കാരൻ ശശാങ്ക് സിംഗ് ആയിരുന്നു പഞ്ചാബിന്റെ പ്ലാനിൽ ഉണ്ടായിരുന്നത്. ആളുമാറി ടീമിലെടുത്തതാകട്ടെ ഛത്തീസ്ഗഡിൽ നിന്നുള്ള 32-കാരൻ ശശാങ്ക് സിംഗിനെയും. ഉടൻ ഞങ്ങൾ ഉദ്ദേശിച്ച താരം ഇതല്ലെന്നും ലേലത്തിലെടുത്ത താരത്തെ തിരിച്ചെടുക്കാനാകുമോ എന്നും പഞ്ചാബ് മാനേജ്മെന്റ് പരസ്യമായി ചോദിച്ചു. എന്നാൽ അത് സാധ്യമല്ലെന്നായിരുന്നു ലേലം നടത്തിയ മല്ലിക സാഗറിന്റെ മറുപടി. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ തങ്ങളുടെ ചിന്തയിൽ പോലും ഇല്ലാത്ത ശശാങ്ക് സിംഗിനെ പഞ്ചാബിന് സ്ക്വാഡിലെടുക്കേണ്ടി വന്നു. ആ സംഭവം കഴിഞ്ഞ് ഒരു വർഷത്തോടടുക്കുന്നു. IPL ഫ്രാഞ്ചൈസികൾ ഇക്കുറി തങ്ങൾ ടീമിൽ നിലനിർത്തുന്ന താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസമാണ്. മറ്റു ടീമുകളൊക്കെ കോടികൾ വാരിയെറിഞ്ഞ് വമ്പൻ പേരുകാരെ പലരെയും ടീമിൽ നിലനിർത്തിയപ്പോൾ പഞ്ചാബ് കിങ്സ് ഇക്കുറി നിലനിർത്തിയത് 2 താരങ്ങളെ മാത്രം, പ്രഭ്സിമ്രാൻ സിംഗും ശശാങ്ക് സിംഗും. ഇക്കുറി പഞ്ചാബിന് ആള് മാറിയിട്ടില്ല, പേരും. 20 ലക്ഷം രൂപക്ക് ആളുമാറി ടീമിലെത്തിയ ശശാങ്കിനെ ടീമിൽ നിലനിർത്താൻ പഞ്ചാബ് മുടക്കിയത് 5 കോടി രൂപയാണ്. ഇതിലും മനോഹരമായൊരു മധുരപ്രതികാരത്തിന്റെ കഥ സമീപകാലത്തൊന്നും നമ്മൾ ക്രിക്കറ്റ് ലോകത്ത് നിന്ന് കേട്ടിട്ടില്ല. പ്രീതി സിൻഡക്ക് പറ്റിയ അമളിയെ കഴിഞ്ഞ സീസണിന് തൊട്ടു മുമ്പ് സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയതാണ്. പഞ്ചാബ് മാനേജ്മെന്റിനും ശശാങ്ക് സിംഗിനുമെതിരെ അക്കാലത്ത് ട്രോളുകളുടെ ഘോഷയാത്രയായിരുന്നു. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ ഉയർന്ന പരിഹാസ സ്വരങ്ങൾക്ക് ചെവി കൊടുക്കാൻ ശശാങ്ക് കൂട്ടാക്കിയില്ല. തന്നെ ലേലത്തിൽ പിടിച്ച പഞ്ചാബിന് നന്ദി പറയുക മാത്രമാണ് അന്ന് അയാൾ ചെയ്തത്. കാര്യങ്ങൾ ഇത്രയുമായ സ്ഥിതിക്ക് 17-ാം സീസണിൽ പഞ്ചാബ് കിങ്സ് ഒരു തീരുമാനമെടുത്തു. തങ്ങൾക്ക് സംഭവിച്ചത് അബദ്ധമല്ലെന്ന് തെളിയിക്കണം. ശശാങ്കിൽ വിശ്വാസം അർപ്പിച്ച ടീം അയാൾക്ക് നിരന്തരം അവസരം നൽകാൻ തന്നെ തീരുമാനിച്ചു. ഇത് ചെന്ന് അവസാനിച്ചത് IPL മൈതാനങ്ങളെ ത്രസിപ്പിച്ച കുറെ വെടിക്കെട്ടുകളിലാണ്. IPL 17-ാം സീസണിൽ 14 മത്സരങ്ങളിൽ പഞ്ചാബിനായി കളത്തിലിറങ്ങിയ ശശാങ്ക് 164 സ്ട്രൈക്ക് റേറ്റിൽ അടിച്ചെടുത്തത് 354 റൺസാണ്. 44.25 ആയിരുന്നു താരത്തിന്റെ ബാറ്റിംഗ് ആവറേജ്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഡഗൌട്ടിൽ അവസരമില്ലാതിരുന്ന ശശാങ്ക് സിംഗ് തന്നെയാണോ ഇതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ആരാധകരപ്പോൾ. 2024 ഏപ്രിൽ 26 T20 ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെട്ട ദിവസമാണത്. ഈഡൻ ഗാർഡനിൽ അന്നൊരു റൺമഴ പെയ്തു. പഞ്ചാബ് കൊൽക്കത്ത മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത പടുത്തുയർത്തിയത് ഒരു കൂറ്റൻ റൺമല. 20 ഓവറിൽ 261 റൺസ്. എത്തിപ്പിടിക്കൽ അസാധ്യമെന്ന് തോന്നാവുന്ന ആ ലക്ഷ്യം ഒരു ഓവർ ബാക്കി നിൽക്കെ പഞ്ചാബ് മറികടക്കുന്ന കാഴ്ചക്കാണ് പിന്നെ കൊൽക്കത്ത സാക്ഷ്യം വഹിച്ചത്. 45 പന്തിൽ സെഞ്ചുറി കുറിച്ച ജോണി ബെയർസ്റ്റോ ആയിരുന്നു ആ തിരിച്ചുവരവിന് തുടക്കമിട്ടത്. അത് അവസാനിപ്പിച്ചതാകട്ടെ വിമർശകർ വളഞ്ഞിട്ടാക്രമിച്ച ശശാങ്ക് സിംഗും. 28 പന്തിൽ 68 റൺസാണ് ശശാങ്ക് അന്ന് അടിച്ചെടുത്തത്. 8 പടുകൂറ്റൻ സിക്സറുകളും 2 ഫോറുകളും അന്ന് അയാളുടെ ബാറ്റിൽ നിന്ന് പിറന്നു. T20 ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ റൺ ചേസ് ആയിരുന്നു അത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്തിനെതിരെ അരങ്ങേറിയൊരു അതിശയ റൺ ചേസിലും പഞ്ചാബിന്റെ ഹീറോ ശശാങ്ക് ആയിരുന്നു. അന്ന് ശശാങ്ക് 6-ാമനായി ക്രീസിലെത്തുമ്പോൾ പഞ്ചാബിന് ലക്ഷ്യം ഒരുപാട് അകലെയായിരുന്നു. സ്കോർ ബോർഡിൽ അപ്പോൾ 111 റൺസാണ് ആകെ ഉണ്ടായിരുന്നത്. ഗുജറാത്തിന്റെ പ്രധാന ബോളർമാരിൽ ഒരാളായ മോഹിത് ശർമ്മ ആ സമയം ഒരു ഓവർ പോലും എറിഞ്ഞിരുന്നില്ല. എന്നാൽ റാഷിദ് ഖാനും മോഹിത് ശർമ്മയും അടക്കമുള്ള ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റുകളെ സധൈര്യം ഗാലറിയിലെത്തിച്ച് ആ 32-കാരൻ അർദ്ധ സെഞ്ചുറി കുറിച്ചു. ഒടുക്കം ഗുജറാത്ത് ഉയർത്തിയ റൺമല പഞ്ചാബ് കീഴടക്കി. അന്ന് വിജയശേഷം ഡഗൌട്ടിലേക്ക് ബാറ്റ് ചൂണ്ടി ശശാങ്ക് നടത്തിയ ആഘോഷത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. കോടികൾ വില കൊടുത്ത താരങ്ങൾ പലരും നിരന്തരം പരാജയപ്പെട്ടപ്പോൾ 20 ലക്ഷം അടിസ്ഥാന വിലയിൽ അബദ്ധത്തിൽ ടീമിലെത്തിയ ശശാങ്കിന്റെ പ്രകടനം കഴിഞ്ഞ സീസണിൽ പഞ്ചാബിന് വലിയ ബോണസ് ആയിരുന്നു. എന്നാൽ ഇക്കുറി അങ്ങനെയല്ല കാര്യങ്ങൾ. പഞ്ചാബ് നിരയിലെ പ്രധാനികളുടെ കൂട്ടത്തിൽ തന്നെ അയാളുടെ പേരുണ്ട്. ഇൻസൾട്ടാണല്ലോ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്.